ആര്യാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കാച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ഉള്ള പച്ചമരുന്ന് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. മുടി കൊഴിച്ചിലിനും താരനും ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ നിൽക്കുന്നുണ്ട്. അത് കുറച്ചെടുക്കാം. ഇപ്പം അലോവേര കുറച്ച് അധികമുണ്ട്. നമ്മൾ അതിൽ നിന്നും കുറച്ച് അലോവേര ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുമ്പ കൂടി ഞാൻ ഇതിൽ നിന്നും എടുക്കുന്നുണ്ട് കേട്ടോ. തുമ്പ മുളച്ച് നിൽക്കുന്നുണ്ട് അവിടെ. കയ്യോന്നി ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് ഗ്രോ ബാഗിൻ്റെ ഒക്കെ ഇടയിലൂടെ. അപ്പോൾ കുറച്ച് ഇത് പറിക്കുന്നുണ്ട്. അതുപോലെ പനിക്കൂർക്കയുടെ ഇലയും എണ്ണ കാച്ചുന്നതിന് വേണ്ടിയിട്ട് അതും എടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എണ്ണ കാച്ചുന്നതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അത് കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുടി കറക്കുന്നതിനും മുടി വളരുന്നതിനും ഒക്കെ നല്ലതാണ്. അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയുണ്ട്. ആര്യവേപ്പിൻ്റെ ഇല തലയിലുണ്ടാകുന്ന ചൂടുകുരു, ചൊറിച്ചിൽ, താരൻ ഒക്കെ അതിനുമൊക്കെ ഒത്തിരി നല്ലതാണ്. അതുപോലെ പനിക്കൂർക്കയില എടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവുണ്ട്. പേരയുടെ ഇല, തുളസിയില എടുത്ത് വെച്ചിട്ടുണ്ട്. തുളസിയില നമ്മൾ ഈ ഒരു സൈസ് തുളസിയാണ് നമ്മൾ എണ്ണയൊക്കെ കാച്ചുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് പൂവാങ്കുരുന്നിലയാണ്. ഇതൊരു 2 തണ്ട് എടുക്കുന്നുണ്ട്. അതുപോലെ ഇത് മുയൽ ചെവിയനാണ്. ഇതും നമ്മുടെ പറമ്പിലും ഒക്കെ നിൽക്കുന്നതാണ്. അതും എടുക്കുന്നുണ്ട്. ഇത് തുമ്പ, ഇത്രയും തുമ്പ എടുക്കുന്നുണ്ട്. ഇത് കേശവർദ്ധിനിയാണ് കേട്ടോ. ഇത് മുടി നീളുന്നതിനും ഒക്കെ നല്ലതാണ്. അതുപോലെ കുറച്ച് ചുവന്നുള്ളി ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുകളിൽ നിന്ന് പറിച്ചെടുത്ത അലോവേര. ഇനി കുറച്ച് മുരിങ്ങയുടെ ഇല കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കീഴാർനെല്ലിയാണ് കേട്ടോ. ഇതും എടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് എടുക്കുന്നത് കയ്യോന്നിയാണ്. ഇത് നമ്മൾ സമൂലം വേരോടുകൂടി ഇട്ടാണ് ഞാൻ എടുക്കുന്നത്. അതും അരച്ചെടുക്കും. ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് പച്ചിലകളുടെ കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞാൽ താരനൊക്കെ ഒത്തിരി നല്ലതാണ്. അതുകൊണ്ട് ഉലുവ താരൻ പോകുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇത് കരിഞ്ജീരകം മുടി കൊഴിച്ചിലിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ പച്ചമരുന്നുകൾ അരയ്ക്കുന്ന കൂടെ അതും കൂടെ അരച്ചെടുക്കാം. ഞാൻ അരകല്ലിലാണിത് ചതച്ചും അരച്ചും ഒക്കെ എടുക്കുന്നത്. മിക്സിയിൽ അരയ്ക്കാറില്ല. മിക്സിയിൽ അരച്ചു കഴിഞ്ഞാൽ പച്ചമരുന്നുകളൊക്കെ ചൂടാകും എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും കല്ലിലാണ് ചെയ്യുന്നത്. ഇതാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഇനി അത് നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ലിറ്റർ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മില്ലിൽ നിന്നും വാങ്ങിയതാണ് കേട്ടോ.
എണ്ണയൊക്കെ കാച്ചുമ്പോൾ നമ്മൾ നല്ല എണ്ണയിൽ വേണം കാച്ചിയെടുക്കാൻ. അപ്പം മില്ലുകളിൽ നിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഒത്തിരി നല്ലത്. കാറ്റുണ്ട്, നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഗ്യാസിൽ വെക്കുന്നവർക്ക് ഗ്യാസിൽ വെക്കാം. ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് അധികം സമയം എടുത്തിട്ടാണിത് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇതിലെ കുമിളകളെല്ലാം പൊട്ടിത്തീരുമ്പോഴാണ് നമ്മളിത് എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുമിളകളെല്ലാം പൊട്ടിത്തീർന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് എടുക്കേണ്ടത്. ഇപ്പം നല്ല കൊഴുത്ത നല്ല പച്ച കളറിലുള്ള എണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് അരിപ്പയിലോ അല്ലെങ്കിൽ തുണിയിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് മുടി കൊഴിച്ചിലിനും താരനും ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്തേക്കണേ. താങ്ക് യു.